ഇതുണ്ടോ നിങ്ങൾ? ഇത് താജ്മഹലിൻ്റെ സൗത്ത്, അതായത് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഹോട്ടൽസും അതേപോലെ തന്നെ ഓരോരോ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരക്ക് ഭയങ്കര തിരക്കാണ് ഇവിടെ, വണ്ടികളുടെയൊക്കെ ഭയങ്കര നല്ല തിരക്കാണ്. ഞാനിവിടെ മോളിൽ കയറി നിൽക്കേണ്ടിയൊക്കെ ഒന്ന് നോക്കി, ഇതിൻ്റെ മോളിൽ കയറിയൊക്കെ നിൽക്കുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ താജ്മഹൽ ഇറങ്ങിയിട്ട് നമ്മൾ ആഗ്രയിലേക്ക് പോയായിരുന്നു. ആഗ്രയിലേക്ക് പോയപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നടന്നാണ് പോയത്. അപ്പോൾ ആഗ്രയിലേക്ക് ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു. അതായത് നടന്നു പോകുന്ന വഴിയിലുണ്ടായിരുന്ന കാഴ്ചകളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ആഗ്ര ഫോർട്ടിൻ്റെ ഒപ്പം ഞാനത് ഉൾക്കൊള്ളിക്കാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതൊരുപാട് രംഗത്തായിരുന്നു. കാരണം ആഗ്ര ഫോർട്ട് തന്നെ ഞാൻ 2 ഭാഗമായിട്ടായിരിക്കും അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ താജ്മഹലിൽ നിന്ന് ആഗ്ര ഫോർട്ടിലേക്ക് പോകുന്ന വഴികളിലുള്ള കാഴ്ചകളായിരിക്കട്ടെ ഈ വീഡിയോയിൽ എടുക്കുന്നത്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഇവിടെ കുറെ കരകൗശല വസ്തുക്കളും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് കാരണം ഇവിടെ എല്ലാം ഇതേപോലെ കരകൗശല വസ്തുക്കൾ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം കേട്ടോ. സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ ഒരുപാട് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ കരകൗശല വസ്തുക്കളൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ കച്ചവടക്കാരിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. കരകൗശല വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് സാധനങ്ങൾ കണ്ടത് ഇതൊക്കെ ഇവിടെ മേടിക്കാവുന്നുണ്ടെന്ന്. നമുക്ക് ഈസ്റ്റ് അവിടെ ചെന്നിട്ട് എൻ്റെ ബാഗ് തിരിച്ച് മേടിക്കണം. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള റൂട്ട് നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പുറത്തേക്ക് ഞാൻ ഇറങ്ങി. ഇതുണ്ടോ നിങ്ങൾ? ഇത് താജ്മഹലിൻ്റെ സൗത്ത്, അതായത് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഹോട്ടൽസും അതേപോലെ തന്നെ ഓരോരോ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇഷ്ടമില്ല. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല, ഇത് കിട്ടുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല. അത് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഇവർക്ക് ഈ നമ്മൾ ഭക്ഷണത്തിനാണെങ്കിൽ ഭക്ഷണത്തിനുള്ളവർ, അതേപോലെ തന്നെ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഇവിടെ നടക്കോട്ടെ. പിന്നെ നമ്മൾ നേരെ നടന്ന് ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകണം. ലെഫ്റ്റ് പോയിട്ട് സ്റ്റേറ്റിൽ പോയിട്ട് നമ്മുടെ ബാഗ് മേടിക്കണം. ടോക്കൺ കൊടുത്ത് ബാഗ് മേടിക്കണം തിരിച്ച്. അതാണ് ഇതിന് അടുത്ത പണി. അവിടെ നിന്ന് നമ്മൾ നേരെ നടന്നിനി ആഗ്രയിലേക്ക് പോകണം, ആഗ്ര ഫോർട്ടിലേക്ക് പോകണം. ദൂരമുണ്ട് ഇവിടെ നിന്ന് കുറച്ച്. അപ്പോൾ അതുകൊണ്ടിട്ട് സമയം നോക്കിയിട്ട് നമ്മൾ പോകാമെന്നാണ് വിചാരിച്ചേക്കണം. 2 ടൈമാണ് കേട്ടോ. ഒന്ന് ഫോർനൂണും അതേപോലെ തന്നെ ആഫ്റ്റർനൂണും. 2 ടൈമാണ് ഇവർ പറയുന്നത്. ഒന്ന് പിന്നെ നമുക്ക് സൺറൈസ് തൊട്ട് സൺസെറ്റ് വരെയാണ് ഇവിടുത്തെ ടൈമിങ് കേട്ടോ. നമുക്ക് കയറുന്ന ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് വരുന്ന ടൈം അനുസരിച്ച് നിങ്ങൾ ചെയ്യണം. രാവിലെ തൊട്ട് 12 മണി വരെ ഫോർനൂണും അതേപോലെ ആഫ്റ്റർനൂണും എന്നൊക്കെ അറിയാമല്ലോ. അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ അത് ഓൾറെഡി ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ എക്സിസ്റ്റിയിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇനി ബാഗ് മേടിക്കാനുള്ള എൻട്രി ചെയ്ത സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ എൻട്രി ചെയ്ത സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിക്കണം. ഇവിടെ നിന്ന് ബാഗ് മേടിക്കണം, ടോക്കൺ കൊടുത്തിട്ട് ബാഗ് മേടിക്കണം. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ വരും വീഡിയോകളിൽ ഞാൻ പറയാം. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇനി ആ ഭാഗത്തോട്ട് തന്നെയാണ് നമുക്ക് നടക്കാനുള്ളതെന്ന് തോന്നുന്നു തിരിച്ച്. അപ്പോൾ എടുത്തിട്ട് നമുക്ക് പോവാം. ഓക്കെ, ബാഗ് എടുത്തിട്ട് നമുക്ക് ഇനി അങ്ങനെ നടക്കാം. അത് താജ്മഹൽ എന്ന് പറയുന്ന അതിനോട് നിർമ്മിതിയോട് ചേർന്നിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ നടന്നു പോകുന്നതുകൊണ്ട് ഇത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരകൗശല വസ്തുക്കളും അതേപോലെ തന്നെ ഫുഡ്, അതായത് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഹോട്ടൽസ് നിറയെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. നിരവധിയായിട്ടുള്ള ഷോപ്സും കാര്യങ്ങളും മാർക്കറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ആഗ്ര ഫോർട്ടിലേക്ക് നമ്മൾ നടക്കണം. ഇനി ആ വഴി ഒരുപാട് ഓട്ടോക്കാർ നമ്മളോട് ഇങ്ങനെ ചോദിക്കോട്ടെ, 10 റുപ്പീസ് 20 രൂപ. അവർക്ക് 20 രൂപ കൊടുത്താൽ മതിയായിരിക്കും. പക്ഷേ നമ്മൾ നടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒന്നും കാരണം ഓട്ടോന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താജ്മഹലിനോട് ചേർന്നിട്ടുള്ള ടൂറിസം അല്ലെങ്കിൽ അവരുടെ സ്ട്രീറ്റ് ലൈഫാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താജ്മഹൽ ഇപ്പോൾ എല്ലാവരും വന്നിട്ട് താജ്മഹൽ മാത്രം കണ്ടിട്ട് പോകുന്നിട്ട് കാര്യമില്ലല്ലോ. അതിന് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും നമ്മൾ കാണണ്ടേ. അതാണ് നമ്മുടെ ഈ വീഡിയോ ഞാൻ ചെയ്യാനായിട്ടുള്ള കാരണം. നമ്മളിവിടെ നിന്ന് ഇനി നടന്ന് തന്നെ പോകുന്നുള്ള പിടിവാശി പിടിച്ചതിൻ്റെ കാരണം അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളിലേക്ക് ഇതും കൂടെ ഒക്കെ എത്തിക്കാനായിട്ടുള്ള എനിക്കൊരു സാഹചര്യം കൂടി കിട്ടും. ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണാം നമുക്കിവിടെ.
ഇവിടുത്തെ ഒരുപാട് കരകൗശല വസ്തുക്കളും ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് താജ്മഹലിലെ കാഴ്ചകളല്ല കേട്ടോ. താജ്മഹൽ അകത്തേക്കുള്ള കാഴ്ചകളല്ല, ഇത് താജ്മഹലിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തും കാണാറുണ്ട്. ഇത് കരകൗശല വസ്തുക്കൾ വിൽക്കുന്നതൊക്കെ ഇവിടെ നിന്നൊക്കെ ഇവിടെ 20 രൂപ 10 രൂപയ്ക്കൊക്കെയാണ് ഇവിടെ നിന്ന് ഇതൊക്കെ വിൽക്കുന്നത്. പക്ഷെ നമ്മുടെ അവിടേക്ക് വന്നു കഴിയുമ്പോൾ ഇതിനൊക്കെ 100 രൂപ 150 രൂപയൊക്കെ ആകും. അതായത് ലാഭം എന്ന് പറയണത് ഒരു നിസ്സാര ലാഭമല്ല അവർ കിട്ടുന്നത്. പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ ഞാൻ വന്നേക്കണത്. താജ്ഗഞ്ച് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കുന്നത്. അതായത് താജ്മഹലിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണത്, താജ്ഗഞ്ച് എന്ന് പറയുന്നത്. ഇത് എപ്പിസോഡായിട്ട് ആക്കാന്നുള്ളതാണ്. അപ്പോൾ ആഗ്ര ഫുഡിൽ നമ്മൾ വെറുതെ ഇപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, ഒരു 10 രൂപ കൊടുത്തൊരു ഓട്ടോയിൽ ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് ഇവിടെ കൊണ്ടാക്കാനായിട്ട് ഇവർക്ക് പറ്റും. പക്ഷെ ഇതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പോലും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്കും കൂടി എത്തിക്കണ്ടേ. കണ്ടോ, ഇങ്ങനെയാണ് ഇവിടുത്തെ ലൈഫ്. ഓരോ ദിവസത്തെ ലൈഫാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരൊക്കെ വിൽക്കുന്ന ഒരുപാട് നമുക്ക് വരുമ്പോൾ മേടിക്കണമല്ലോ പേരൊക്കെ കണ്ടിട്ട് എനിക്ക് പുതിയതായിട്ട് വെള്ളം കഴിക്കാനായിട്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, സമയമില്ല. പേരൊക്കെ മേടിച്ച് നിന്ന് കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകും. അതുകൊണ്ട് നമ്മൾ നേരെ ഇനി ഫോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകാൻ പോകുന്നത് ഒരു റൗണ്ട് ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ എത്താൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ റൗണ്ട് ജംഗ്ഷനിലേക്ക് ചെല്ലും. റൗണ്ട് ജംഗ്ഷനിൽ നിന്ന് അവിടെ നിന്ന് റൈറ്റ് നമ്മൾ പോകണം കേട്ടോ. അപ്പോൾ ഇനി ആ ഭാഗത്തേക്ക് നടക്കണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ എടുക്കുന്ന ഓരോ ഷോട്ടുകളും ഇപ്പോൾ ഈ നടന്നെടുക്കുന്ന ഷോട്ടുകളെല്ലാം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 2-3 പേര് എന്നോട് പറഞ്ഞ് ഷൂട്ട് ചെയ്യലെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്യുന്ന പോലെ അഭിനയിച്ച് ഗൂഗിൾ മാപ്പ് ഇതൊക്കെ നോക്കി നടന്നു പോകുന്ന രീതിയിലൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒപ്പം ഷൂട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. കാരണം ഇവർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇവന്ന് ഷൂട്ട് ചെയ്യാൻ ചിലപ്പോൾ ഇവർ അവതരിപ്പിക്കില്ല. പക്ഷെ അതൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ ചെന്നിട്ട് നമ്മുടെ റവന്യൂ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്യണം. ഇവിടെയൊക്കെ ട്രാഫിക് ബ്ലോക്ക് നോക്കി ചെറിയ തിരക്കൊന്നുമല്ല ഇവിടെ. ഇവിടെ റൗണ്ട് ജംഗ്ഷനിലേക്ക് നമ്മൾ പോകണം. റൗണ്ട് ജംഗ്ഷനിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്താറായിട്ടാ. അതെ, നമ്മളിത് റൗണ്ട് ജംഗ്ഷൻ നിങ്ങൾ നേരെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ റൗണ്ട് ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് ഭയങ്കര തിരക്കാണ് ഇവിടെ. വണ്ടികളുടെയൊക്കെ ഭയങ്കര നല്ല തിരക്കാണ്. ഞാനിവിടെ മുകളിൽ കയറി നിൽക്കേണ്ടിയൊക്കെ ഒന്ന് നോക്കി. ഇതിൻ്റെ മുകളിൽ കയറിയൊക്കെ നിൽക്കുന്നത് അത്ര ഇടുങ്ങിയ വഴിയാണ്ടത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുക്കാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചില്ല. പക്ഷെ എനിക്കിപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം ഇതൊക്കെ ആരും വരാത്ത വഴികളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. ഈ റൗണ്ട് ജംഗ്ഷനിൽ നമ്മൾ റൈറ്റ് പോകണം. ഓക്കെ, റൈറ്റ് പോകുന്നതാണ് നമ്മൾ ആഗ്ര ഫോർട്ടിലേക്കുള്ള വഴി. ഇനി അവിടെ നിന്ന് ആഗ്ര ഫോർട്ടിലേക്ക് നടക്കാം. പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ നടക്കണം. ഇവിടെ ഒരു താജ്മഹൽ മെട്രോ സ്റ്റേഷൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ. മെട്രോ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെട്രോയിലും വേണമെങ്കിൽ മെട്രോയിൽ പോകണമെങ്കിൽ പോകും. ഇവിടെ നമ്മൾ പണ്ട് ഇപ്പം ഞാൻ മുംബൈയിലുണ്ടാകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ട്രെയിൻ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡൽഹി ചെന്ന് കഴിഞ്ഞാൽ അവിടെ മെട്രോ ഇരിക്കുള്ളൂ ഇതിന് പകരം. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും അതേപോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഇവർ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇവിടെ ഓട്ടോകളാണ്. അതായത് ഇലക്ട്രിക് ഓട്ടോകളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഈ ടൈപ്പ് ഓട്ടോകളും അതേപോലെ തന്നെ നമ്മൾ സാധാ ഓട്ടോകളും, സാധാ ടൈപ്പ് ഓട്ടോകളുമാണ് ഇവിടെ ഉള്ളത്. വൃത്തിയുടെ കാര്യത്തിൽ കുഴപ്പമില്ല. കാരണം ഇവിടെ എന്തെങ്കിലും ബോട്ടിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഓരോന്നിനും. ഇതുണ്ടോ എത്ര ഇതായിട്ടുള്ള മൈതാനമാണെന്ന് നോക്കി. വിശാലമായ മൈതാനം. ഇവിടെയൊക്കെ വന്നിരിക്കണമെങ്കിൽ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും നോക്കാം. നമ്മൾ പ്രധാനമായിട്ട് നിങ്ങൾ ആഗ്രയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ
ഒന്നല്ലേ നിങ്ങൾക്ക് നടന്നു പോകാം, അല്ലെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള ചെറിയ ഓട്ടോകൾ നിങ്ങൾക്ക് വിളിക്കാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 20 രൂപ, 10 രൂപ, 30 രൂപയ്ക്ക് ആയിരിക്കും അവർ ചാർജ് ചെയ്യുക ഓരോ സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാ. അത്രയൊക്കെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യാം. ഇപ്പം ഞാൻ നടന്നു പോകണതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ നടന്നു പോകാനാണ് ഏറ്റവും നല്ലത്, ആരോഗ്യത്തിന് നല്ലത്. നമുക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കുള്ളൂ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഇവിടുന്ന് നേരെ നടക്കണം. നേരെ അല്ലാണത് സാഗര ഫോർട്ടിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ എടുക്കാം. എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ ഈ എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ചേട്ടൻ എന്തോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, കടയ്ക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ സാധാരണ അവരുടെ ജീവിതം ഉണ്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമുക്ക് ഇതായിട്ട് പോലും കാണാൻ പറ്റത്തില്ല. സാധാരണ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നേരെ നടക്കണം. നേരെ ചെന്നിട്ട് നേരെ ഈ റോഡ്, ഇത് മെയിൻ റോഡാണ് കേട്ടോ, ഇത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ നടന്ന് 2 ജംഗ്ഷനും കൂടി എത്തിക്കഴിയുമ്പോഴേക്കും ആഗ്ര ഫോർട്ടിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തും. അവിടെ നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് എൻട്രി ചെയ്യുക, ആഗ്ര ഫോർട്ടും കവർ ചെയ്തിട്ട് നമ്മളത് കഴിഞ്ഞ് വേറെ 2 സ്ഥലത്തും കൂടി പോകുന്നുണ്ട്. അപ്പോൾ അത് സമയം ഉണ്ടോ എന്ന് നോക്കണം. സമയം നമുക്ക് വളരെയധികം കുറവായതുകൊണ്ട്, കാരണം താജ്മഹലിൽ തന്നെ ഞാൻ 1 മണിക്കൂർ കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രയും സ്പെൻഡ് ഞാൻ കൂടുതൽ താജ്മഹൽ ചെയ്തു. താജ്മഹലിൽ ഞാനത് അത്രയും കൂടുതൽ സ്പെൻഡ് ചെയ്തെന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ ഉദ്ദേശിച്ച ടൈം എനിക്ക് കിട്ടിയില്ല അവിടെ. അത് നിങ്ങൾ ഈ കാണുന്നത് താജ്മഹലിൻ്റെ ഇപ്പുറത്തെ വേറൊരു സൈഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, താജ്മഹലിൻ്റെ ഇപ്പുറത്തെ വേറൊരു സൈഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആ ഭാഗത്താണ്, അപ്പുറത്തെ സൈഡാണ് നമ്മുടെ താജ്മഹൽ. സ്ഥലത്തൊക്കെ പുതിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇവിടെ ആകെ മൊത്തം ഒരു ഫോറസ്റ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിരിക്കും കേട്ടോ. ഇവിടെ നല്ല, ഇവിടെയൊക്കെ നല്ല തണുപ്പുണ്ട് ഇവിടെ അത്യാവശ്യം. രണ്ട് സൈഡിലും അങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കാം കേട്ടോ, ഇത്ര സ്പേസ്. ഇത് പണ്ടൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക, മുഗൾ എംപയർ ഉണ്ടായിരുന്ന സമയത്തും പോയിരുന്ന, അല്ലെങ്കിൽ രാജാക്കന്മാരും പരിവാരങ്ങളൊക്കെ പോയിരുന്ന റൂട്ടായിരിക്കണത് ഈ ഇത്തരം നിർമ്മിതികളൊക്കെ നിർമ്മിക്കുന്ന സമയത്തേ. കാരണം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന റോഡാണ് ഇതൊക്കെ. ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നല്ല, ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് ഇങ്ങാടാണ് പോകേണ്ടത്. ഈ ഭാഗത്തേക്കാണ് പോകണ്ട, ഈ ഭാഗത്തേക്ക് നമുക്ക് പോകണ്ട. അവിടെ കുറേ പ്രതിമകളും കാര്യങ്ങളൊക്കെ വെച്ചേക്കണമൊക്കെ. ഇത് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഉണ്ടോ പ്രതിമകളൊക്കെ വെച്ചേക്കണുണ്ടോ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ സെക്യൂരിറ്റി മെസ്സേജ് ഉള്ള സ്ഥലമാണെന്ന് അറിയാൻ പറ്റട്ടോ. ഇവർ ബാഗ് അകത്തേക്ക് കയറ്റാത്തതിന് 2 കാരണങ്ങളാണ് കേട്ടോ. ഒന്ന്, ലാപ്ടോപ്പും ടാബ് കയറ്റുന്നുണ്ട്. ലാപ്ടോപ്പ്, മൊബൈൽ ഫോണും കയറ്റുന്നുണ്ട്. അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ളവർക്ക് ഷൂട്ട് ചെയ്യാമല്ലോ. പക്ഷേ പവർ ബാങ്ക്, പിന്നെ അതേപോലെ തന്നെ ഈ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, അങ്ങനത്തെ റിലേറ്റഡുള്ള കാര്യങ്ങളില്ലേ, അതൊക്കെ ഒന്നും അകത്തോട്ട് കയറ്റില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റിക്ക്, ട്രൈപ്പോഡ്, അങ്ങനത്തെ സംഭവങ്ങളും, ജിംബലി, അത്ര സാധനങ്ങളൊന്നും അകത്തേക്ക് കയറ്റില്ല. ഡിജിറ്റൽ ക്യാമറയും കാര്യങ്ങളൊക്കെ കയറ്റും. മിറർലെസ് ക്യാമറ എല്ലാം നമ്മുടെ അകത്തേക്ക് അലൗഡാണ്. മൊബൈൽസ് അലൗഡാണ്, ടാബ്ലറ്റ് അലൗഡാണ്. പിന്നെ നമുക്ക് പേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു വാലറ്റിൻ്റെ പോലത്തെ ബാഗും നമുക്ക് അകത്തോട്ട് അലൗഡ് ചെയ്യുന്നുണ്ട്. അത്രയും മാത്രമേ അലൗഡ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ക്ലോക്ക് റൂമിൽ തന്നെ വെക്കേണ്ടി വരും. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ എന്തെങ്കിലും സംഭവങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാബ്ലറ്റ് ഒഴികെ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ഒഴികെ ലാപ്ടോപ്പ് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായും നിങ്ങളത് സെക്യൂർഡ് ആക്കേണ്ട ചുമതല നിങ്ങളുടെ ഉത്തരവാദിത്വം ഉണ്ടാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ എന്നോട് ആദ്യം പറഞ്ഞത് ഇതായിട്ടുള്ള ഇതും സംഭവങ്ങൾ, ബദാം, അതേപോലെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടോ, ഇതൊക്കെ വിൽക്കുന്ന ഷോപ്സാണ് കാണുന്നത്. ഇത് വഴിയരികിൽ നിങ്ങൾക്ക് ഈ വഴി പോകുമ്പോൾ എല്ലാവരും കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക്
മേടിക്കണമെങ്കിൽ ഇവിടെ ഒന്ന് മേടിക്കാം. വില കുറവിൻ്റെ ഉണ്ടോ എന്നുള്ളത് ആരും അറിയാൻ പാടില്ല കേട്ടോ. കാരണം വിലയൊക്കെ ഈ പറഞ്ഞ പോലെ ഹൈ തന്നെയായിരിക്കും, അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും മേടിക്കുന്നവർക്ക് മേടിക്കാം. അപ്പോൾ നമ്മൾ ആഗ്ര ഫോർട്ടിലേക്ക് എത്താറായി. ഇതേ കണ്ടോ, ആഗ്ര ഫോർട്ടിൻ്റെ ആ ഒരു കവാടവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങളാ കാണുന്നത്, നേരെ കാണുന്നത്. അതുകൊണ്ടാ നമ്മൾ അങ്ങോട്ട് നടക്കണം. അപ്പോൾ നമുക്കിനി ക്രോസ് ചെയ്യേണ്ടി വരും കേട്ടോ. നമുക്കിനി ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകണം. പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിലേക്ക് എത്തി. ഇപ്പം ഞാൻ അങ്ങോട്ട് നമുക്ക് ക്രോസ് ചെയ്യാം. ഭയങ്കര തിരക്കാണ്ടോ, ഭയങ്കരമായിട്ട് തിരക്കാം. ഇനി സ്റ്റിക്കും സാധനങ്ങളൊക്കെ അകത്തോട്ട് കയറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെയും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇത് തന്നെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ പണി പാടും. അപ്പം അതുകൊണ്ടിട്ട് പയ്യെ എന്തായാലും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമുക്ക് പണി കിട്ടാൻ ചാൻസസ് ഉണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ. ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഞാനിത് വീട്ടിൽ വെച്ചിട്ട് റൂമിൽ വെച്ചിട്ട് വന്നാനെ. നമ്മളിത് അറിഞ്ഞിരുന്നെങ്കിൽ റൂമിലേക്ക് വെച്ചിട്ട് വന്നാനെ. റൂമിൽ വെക്കാനായിട്ടേ ഞാൻ പരമാവധി ഞാൻ റൂമിൽ വെക്കാൻ സംഭവങ്ങളൊക്കെ, അത് ഡ്രസ്സും സാധനങ്ങളും മാത്രമേ ഞാൻ റൂമിൽ വെച്ചുള്ളൂ. കാരണം ബാക്കിയുള്ള സാധനങ്ങളൊന്നും നമുക്ക് റൂമിൽ അങ്ങനെ വെക്കാനായിട്ടുള്ള സൗകര്യം സേഫ്റ്റിയുടെ ഒരു എലമെൻറ്റ് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനത് അങ്ങനെ ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ക്യാരി ചെയ്തു. കാരണം അത് അങ്ങനെ സേഫ് അല്ലെങ്കിലോ എന്നുള്ളത് എന്നോട് അവിടെ നിന്നത്തെ റിസപ്ഷൻ സ്റ്റാഫ് പറഞ്ഞതാണ്. എന്നോട് കുഴപ്പമൊന്നുമില്ല, അകത്ത് വെക്കണമെങ്കിൽ വെച്ചോളൂ, ഇല്ലെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രം പിന്നെ ഞാൻ വേറെ റിസ്ക് എടുത്തില്ല. കാരണം നമുക്ക് അറിയില്ലാത്ത സ്ഥലം. അപ്പോൾ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അറിയാൻ പാടില്ലാത്ത സ്ഥലം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ബുദ്ധിമുട്ടാവില്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ അത് റിസ്ക് എടുക്കാതെ കഴിഞ്ഞേട്ടാ. വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിത് എൻട്രി ഗേറ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യണം. വലത്തെ സൈഡിലേക്ക് നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ടി വരും. വേഗം വണ്ടികളില്ലാത്ത സമയത്ത് നമുക്ക് വേഗം ക്രോസ് ചെയ്യാം. ഇവിടെ കുതിരകളുടെ ഇത് കിടപ്പുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. ആഗ്ര ഫോർട്ടിൻ്റെ എൻട്രിയാണ് നിങ്ങൾ കാണുന്നത്. അവിടെ ടിക്കറ്റിൻ്റെ എങ്ങനെയാണെന്ന് ചോദിക്കണം. ടിക്കറ്റ് മിക്കവാറും ഓൺലൈൻ ആവാനാണ് ചാൻസ് ഉള്ളൂ. അപ്പോൾ ക്ലോക്ക് റൂം ഉണ്ടാകുന്നുള്ളതും നോക്കണം. ക്ലോക്ക് റൂം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് വെക്കണം സംഭവങ്ങൾ. മിക്കവാറും കയറാൻ ചാൻസ് ഇല്ലെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. കാരണം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തത് ആഗ്ര ഫോർട്ടിൻ്റെ ലേക്കുള്ള, അതായത് താജ്മഹലിന് ഇറങ്ങി അവിടെ നിന്ന് ആഗ്ര ഫോർട്ടിലേക്കുള്ള നടത്തവും അതേപോലെ തന്നെ നടത്തത്തിൽ ചുറ്റുമുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ആഗ്ര ഫോർട്ടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും അതിനകത്തുള്ള എല്ലാ വിഷ്വൽസും കാര്യങ്ങളൊക്കെ അതിൽ അടുത്ത എപ്പിസോഡ്സിൽ ഞങ്ങൾക്ക് എത്തുക. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.